എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചരിയും ചെറുപഴവും വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റിലുള്ള രണ്ട് വ്യത്യസ്ത പലഹാരങ്ങളാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ ശരി, ഈ പലഹാരങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് 4 മണിക്കൂർ ഞാൻ കുതിർത്ത വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഈ മിക്സഡ് ജാറിലോട്ട് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ചോറും, ഏത് ടൈപ്പ് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുത്തിരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊടിയും 4 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്ക നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ തൊലിയോടുകൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കണേ. ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തതാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് അരിഞ്ഞിട്ടില്ല കേട്ടോ, തരിതരിപ്പായിട്ടാണ് ഇതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ചെറുപഴമാണ്. ഞാനിവിടെ 5 പഴം എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവിൻ്റെ പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് പഴം വേണമെങ്കിലും നമുക്കിതിലോട്ട് ചേർക്കാം കേട്ടോ. ഏത്തപ്പഴം ചേർത്ത് കൊടുക്കണ്ട, അല്ലാതെ ഏത് ടൈപ്പിലുള്ള പഴം വേണമെങ്കിലും ചേർക്കാം. പഴം ഇതുപോലെ നമ്മളൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കുണ്ടല്ലോ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം മാവിരിക്കാൻ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്തും എള്ളും കൂടെ വറുത്തെടുത്താണ് കേട്ടോ. ഒരു പാനിലോട്ടുണ്ടല്ലോ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും പിന്നെ 1 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്തതാണിത്. ഈ തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് കേട്ടോ, ബേക്കിംഗ് സോഡ. അതും കൂടി ചേർത്ത് നല്ലതായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ചുട്ടെടുക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ സ്വല്പം എണ്ണ ഇതേ രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അധികമുള്ള എണ്ണ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടൊന്ന് തുടച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഒരു തവി മാവ് ഒഴിക്കാം. പരത്തിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേ രീതിയിലാണ്. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അടച്ച് വെച്ച് 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് നല്ലതായിട്ട് ഹോളൊക്കെ വന്നിട്ട് ശരിക്കൊന്ന് വെന്തിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് ഇതേ രീതിയിൽ എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാ നോക്കി, നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ നമുക്കൊരു 5-6 അപ്പം റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ബാക്കി മാവും കൊണ്ട് നമുക്കുണ്ടല്ലോ ഒരു വട്ടയപ്പം കൂടെ തയ്യാറാക്കാം. നമ്മളിപ്പോൾ ഒരു 6-7 അപ്പം ഇതേ രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പമാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ 4 മണി പലഹാരമായിട്ടും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നോക്കാം.
നമുക്ക് ഈ മാവുണ്ടല്ലോ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്താ ഇതുപോലൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്വല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ മാവ് ഒഴിക്കാം. എന്നിട്ടുണ്ടല്ലോ ഇത് ഒരു ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പം ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ച് ആവി വരാൻ തുടങ്ങി. ഇതിലോട്ട് നമുക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുത്ത് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ അപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ അപ്പം ഉണ്ടല്ലോ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് ട്രേയിൽ നിന്ന് മാറ്റാൻ ഇതുപോലൊരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. അത് നോക്കി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ അപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. ഒരേ മാവ് വെച്ച് നമ്മൾ 2 സൈസിലുള്ള അപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് അരച്ചപ്പം തന്നെ നമ്മളിത് തയ്യാറാക്കിയതാണ്. പുളിക്കാൻ വേണ്ടി ഒന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പലഹാരമാണിത്. അതാ നോക്കിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലുള്ള അപ്പമാണിത്. അപ്പോൾ നമ്മുടെ 2 തരത്തിലുള്ള വെറൈറ്റി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഈ പലഹാരം ഇഷ്ടമാകും. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കി കഴിക്കാം. പഴവും ശർക്കരയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.